മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം അവിടെ നിന്ന് പോവുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് മറ്റു ചില ചോദ്യങ്ങൾ ചോദിച്ച ഘട്ടത്തിൽ. ഷഫീദ് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നുണ്ട് അദ്ദേഹം? ഷഫീദ്. ഉന്മേഷ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞത് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു, അതേസമയം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. മാത്രമല്ല, നമ്മൾ അവസാനം അദ്ദേഹത്തോട് എടുത്ത് ചോദിച്ചിരുന്നു അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അസ്വാഭാവികമായി ഒന്നുമില്ല, ചോദ്യം ചോദിക്കാൻ വിളിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചില ചിത്രങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലായിരിക്കാം ചോദിച്ചതെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പോലീസ് ആസ്ഥാനത്ത് അല്പസമയം മുൻപ് കഴിഞ്ഞത്. അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഇന്നലെയാണ് അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്ത് എത്തിയത്. അതിനുശേഷം SIT ബന്ധപ്പെടുകയായിരുന്നു. SIT ബന്ധപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം ഇവിടേക്ക് വന്നു. പക്ഷേ അപ്പോഴും അടൂർ പ്രകാശ് സഞ്ചരിച്ച കാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായിരുന്നില്ല, മറ്റൊരു വാഹനമാണ് എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഏതായാലും 2.5 മണിക്കൂറാണ് പോലീസ് ആസ്ഥാനത്ത് അടൂർ പ്രകാശിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ്, UDF കൺവീനറാണ്, ആറ്റിങ്ങൽ MP ആണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ, മാത്രമല്ല പുറത്തു വന്ന ചിത്രങ്ങൾ, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിച്ചെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ, പരിചയമുണ്ടോ, അത്തരം കാര്യങ്ങൾ ചോദിച്ചു. 2.5 മണിക്കൂർ അത്തരം കാര്യങ്ങളാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ഇത് സ്വാഭാവികമാണ്. നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ തന്നെ PS പ്രശാന്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി SITയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കേണ്ടത്. അടൂർ പ്രകാശ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ആ ചോദ്യം, അതൊരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിലാണ് വരേണ്ടത് എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഉന്മേഷ്, ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി അവിടേക്ക് എത്തിച്ചിരുന്നുവല്ലോ, പക്ഷേ ഒരുമിച്ചിരുത്തിയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നോ ഷഫീദ്? ഇക്കാര്യത്തിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അന്വേഷണ സംഘം വിളിക്കുന്ന ഏത് സമയത്തും ഹാജരാകണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശിനോട് കാര്യങ്ങളിൽ വ്യക്തത തേടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സമാന്തരമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് SIT ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പിന്നീട് പോലീസ് ആസ്ഥാനത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രം അപ്പോഴും ഒരു കാര്യം, ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ടോ, ഇവിടെ തുടരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വാഹനം, അതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര ചെയ്യുന്നത്, അതിവിടെ ഉണ്ടായിരുന്നു, പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഏതായാലും അത് നിർണായകമാണ്. മാത്രമല്ല അത് അങ്ങനെ കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തണം. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നടന്നത് പല ഘട്ടങ്ങളിലാണ്. അതിൽ ഒന്നാമത്തേത് സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അക്കാര്യത്തിൽ അടൂർ പ്രകാശ് നൽകിയ വിശദീകരണം, സോണിയാഗാന്ധിയെ 2 തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്. അതിൽ ഒരു തവണ അപ്പോയിന്റ്മെന്റ് ലഭിച്ച ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും ഒപ്പം വരാൻ കഴിയുമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ താൻ പോയി എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യം. അതേസമയം പുളിമാത്തെ വീട്ടിൽ ഏതാണ്ട് 2-ലധികം തവണ അടൂർ പ്രകാശ് എത്തി. അതിലൊരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവ് മരിച്ചപ്പോഴെത്തി, 2ാമത്തെ തവണ ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്നുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന് കണ്ടിരുന്നു. താൻ അങ്ങനെ ക്ഷണിച്ചപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി 3ാമത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം, പുളിമാത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീടുണ്ട്, അവിടേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി. അതും ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയതാണ്. മറ്റു ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല. മണ്ഡലത്തിലെ ഒരാളെന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഇക്കാര്യങ്ങളിലൊക്കെ SIT വിവരം തേടിയിട്ടുണ്ട്, വ്യക്തത തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഈ SIT നടത്തിയ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നേക്കാം. ഷഫീദ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ സാമ്പത്തിക വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടുകയായിരുന്നു SIT എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അവിടെ അകത്തെന്ത് നടന്നു എന്നത് അറിയില്ല. SITയിൽ നിന്ന് വിവരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ SIT ഇനി വീണ്ടും വിളിപ്പിക്കാനൊരു സാധ്യതയുണ്ടോ അദ്ദേഹത്തെ ഷഫീദ്? അക്കാര്യത്തിൽ നമ്മൾ SIT ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ശേഷം മാത്രമേ നമുക്കൊരു വിവരം പങ്കുവെക്കാൻ, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചൊരു വിവരം പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇങ്ങനെ അടൂർ പ്രകാശിലേക്ക് എത്താൻ തന്നെ ഒരു കാരണമുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്ന തരത്തിലേക്കുള്ള ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ പല കോണിൽ നിന്ന് ഉയർന്നതാണ്. അപ്പോഴും SITയുടെ നീക്കങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR ഫോൺ വിവരങ്ങൾ അതിപ്പോൾ SITയുടെ പക്കലുണ്ട്. ആ ഫോൺ വിവരങ്ങൾ വെച്ച് ഉന്നതർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ള ഉന്നതരുടെ ഒരു പട്ടിക തന്നെ SIT ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പട്ടിക
കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്ന സമയത്ത് ഇത് കോടതിയെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള എസ്ഐറ്റിയുടെ നീക്കം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ കൂടി അറിവോടുകൂടിയാണ് ഈ ചോദ്യം ചെയ്യുന്നുള്ള നിർണായകം. 9-ാം തീയതിയാണ് ഇനി എസ്ഐറ്റി ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുക. ആ സമയത്ത് അടൂർ പ്രകാശിനെ നടത്തിയ ചോദ്യം ചെയ്യൽ വിവരങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുളിമാത്തിലെ വീട്ടിലടക്കം നടത്തിയ കൂടിക്കാഴ്ചകളെക്കുറിച്ചും സംസ്ഥാനത്തിന് പുറത്ത് നടത്തിയ ചില കൂടിക്കാഴ്ചകളെക്കുറിച്ചും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം. അടൂർ പ്രകാശ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകളെ പറ്റി തന്നോട് ചോദിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. നിയമസഭയ്ക്കകത്തും കഴിഞ്ഞ സമ്മേളനം, അതായത് സമ്മേളനം താൽക്കാലികമായി അവസാനിപ്പിക്കും മുൻപ് നിയമസഭയ്ക്കകത്ത് സ്വർണ്ണക്കൊള്ളയെ ചൊല്ലി നടത്തിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും സ്വർണ്ണക്കൊള്ളയെ പറ്റി ചിത്രങ്ങളടക്കം പ്ലക്കാർഡുകളായി ഉയർത്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.